2023 പുറത്തിറങ്ങിയ ഒരു സർവൈവൽ ത്രില്ലർ സിനിമയാണ് ക്വിക്സാൻഡ്. ഒരു ഭാര്യയും ഭർത്താവും യാത്രയുടെ ഭാഗമായി കൊളംബിയയിലെ ഒരു മഴക്കാടിലേക്ക് പോയതും ആ കാട്ടിൽ അവർ പെട്ടുപോകുന്നതുമാണ് ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരുത്തൻ എന്തിനെയോ കണ്ട് പേടിച്ച് കാട്ടിലൂടെ ഓടുകയും ഓടി ഒരുപാട് ദൂരം ഓടുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവന്റെ ഫ്രണ്ട് പുറകിൽ നിന്നും വരികയും നീ എന്തിനാണ് ഇങ്ങനെ ഓടുന്നെന്ന് പറഞ്ഞ് ചൂടായതും എടാ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞതും ഇവിടെയുള്ള ഓരോ പാമ്പിനും നീ പോക്കറ്റ് അടിക്കുന്നതിനേക്കാളും ഒരുപാട് വിലയുണ്ട്, അതുകൊണ്ട് കൂടെ നിൽക്കട എന്ന് പറയുമെങ്കിലും അവനവിടെ ഒറ്റക്കിട്ട് മറ്റവൻ ഓടിക്കളയുന്നു. അങ്ങനെ അവൻ വീണ്ടും ഓടി കാടിന്റെ പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. പക്ഷേ എന്തോ സൗണ്ട് കേട്ട് അവനവിടെ നിൽക്കുകയും ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണാത്തോണ്ട് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവന്റെ കാല് അവിടെ താഴ്ന്നു പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുന്നത്. ഇതിനിടെ അവൻ അവിടെ വീഴുകയും തൊട്ടടുത്തൊരു ഡെഡ് ബോഡിയും കാണുമ്പോൾ സിനിമ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായകനായ ജോഷും നായികയായ സോഫിയയും കൊളംബിയയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അവരിങ്ങോട്ട് വരുന്നത് സോഫിയയുടെ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയാണ്. അവരങ്ങനെ കാറിൽ പോകുന്നതിനിടെ ജോഷ് സോഫിയയോട് ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സോഫിയക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് സോഫിയ അവനെ ഡൈവോഴ്സ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ജോഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് അടുക്കാനാണ്. അങ്ങനെ അവനാണെങ്കിൽ ഇവിടെ അടുത്തൊരു മഴക്കാട് ഉണ്ടെന്ന് പറയുകയും സമയം കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് െന്നും പറയുന്നു. സത്യത്തിൽ ജോസ് ഒരു എക്സ്പീരിയൻസ്ഡ് യാത്രികനാണ്, സോഫിയ ഒരു ഡോക്ടറും. ഇതിനിടെ സോഫിയ അവരുടെ കുട്ടികളെ ഫോൺ ചെയ്യാൻ പോയതും നമ്മൾ 2 മിനിറ്റിനകം എത്തും, അതുകൊണ്ട് അപ്പ വിളിച്ചാൽ പോരെ എന്ന് ജോസ് പറയുമെങ്കിലും അതൊന്നും കേൾക്കാതെ അവൾ കുട്ടികളെ വിളിക്കുന്നു. ശേഷം കാണിക്കുന്നത് അവർ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അവരങ്ങനെ അവിടെ എത്തിയതും അവരുടെ ഫ്രണ്ടായ മാർക്കോസ് വന്ന് അവരെ അവിടേക്ക് ക്ഷണിക്കുകയും രണ്ടുപേരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും സോഫിയുടെ പ്രോജക്റ്റ് വെക്കാനുള്ള ഡേറ്റ് നീട്ടിക്കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോ എനിക്ക് ഇനിയും സമയമെടുത്ത് പ്രോജക്റ്റ് ഒന്നുകൂടെ ശരിയാക്കാമെന്ന് പറഞ്ഞതും അയ്യോ അതിനു വേണ്ടിയല്ല, നിങ്ങൾ രണ്ടുപേരും 2 ദിവസം ഫ്രീ ആയി നടക്കട്ടെ എന്ന് കരുതി ചെയ്തതാണെന്ന് മാർക്കോസും പറയുന്നു. ഇതോടെ ജോഷ് അവനോട് താങ്ക്സ് പറയുകയും രാത്രി കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇതിനിടെ അവര് റൂമിലേക്ക് കയറാൻ വേണ്ടി അവിടെ ചോദിച്ചതും അവർക്ക് 2 പേർക്കും കൂടി ഒരു റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ റൂമിലെത്തിയതും സോഫിയക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വീണ്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ അന്ന് രാത്രി ആയതും അവർ മാർക്കോസിന്റെ ഒപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കോസും ജോഷുമാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുന്നേ ബ്രസീലിലെ ഒരു കാട്ടിനുള്ളിലേക്ക് യാത്ര പോയതൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു. മാർക്കോസ് ആണെങ്കിൽ ഇവിടെ അടുത്തൊരു മഴക്കാടുണ്ട്, അവിടെ നമുക്ക് നാളെ പോയാലോ എന്ന് ചോദിക്കുന്നത് കേട്ട് സോഫിയ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവള് 10 വർഷമായി കാട്ടിലേക്കുള്ള യാത്രയൊക്കെ പോയിട്ടെന്ന് ജോഷും പറഞ്ഞതും സോഫിയക്ക് അത് കേട്ട് ദേഷ്യം വരികയും അവള് അവിടെ നിന്നും എണീച്ചങ്ങ് പോകുന്നു. ഇത് കണ്ട മാർക്കോസിന് എന്തോ പോലെ ആവുകയും ഇങ്ങനെ എണീച്ചു പോവാൻ ഞാൻ എന്തേലും മോശം പറഞ്ഞോ എന്ന് ജോഷിനോട് ചോദിക്കുന്നു. എടാ നിന്റെ കുഴപ്പമൊന്നുമല്ല, ഞാൻ നിന്നോട് ഈ കാര്യം ആദ്യമേ പറയണമെന്ന് കരുതിയായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല, ഞങ്ങള് രണ്ടുപേരും തമ്മിൽ ഡൈവോഴ്സ് ആവാൻ നോക്കുകയാണ്, അതിന് എന്താ പ്രശ്നമെന്ന് മാർക്കോസ് അവനോട് ചോദിക്കുകയും സത്യത്തിൽ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞങ്ങൾ രണ്ടുപേരും സെറ്റായി മുന്നോട്ട് പോകുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ജോഷ് പറയുകയും വിഷയം മാറ്റാൻ വേണ്ടി നാളെ രാവിലെ തന്നെ നീ കാട്ടിലേക്ക് പോകാൻ കൂടെ വരണമെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. സോഫിയ ആണെങ്കിൽ രാവിലെ തന്നെ ശരിയായിക്കൊണ്ട് ആ കാട്ടിലേക്ക് പോകാൻ വേണ്ടി കാടിനെ പറ്റി നെറ്റിൽ നോക്കുകയും പോകാൻ വേണ്ടി റെഡിയാവുകയും ചെയ്യുന്നു. ഇന്നലെ ജോഷ് ഇവള് കാട്ടിലേക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സോഫിയ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ സമയം ജോഷ് താടിയൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോ നീ ഇന്ന് കാട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് സോഫിയ അവനോട് ചോദിക്കുന്നു. മാർക്കോസിന് എന്തോ പണിയുണ്ട്, അതുകൊണ്ട് ചിലപ്പോ നാളെ പോകത്തുള്ളൂ എന്ന് അവൻ പറഞ്ഞതും എന്നാ ഞാൻ പോയച്ചും വരാമെന്ന് അവൾ പറയുന്നത് കേട്ട് ഞാനും വരാമെന്ന് ജോഷ് പറയുന്നുണ്ടെങ്കിലും അവൾ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. പക്ഷേ ജോഷ് വിട്ടുകൊടുക്കാതെ വീണ്ടും ചോദിക്കുകയും എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ആ കാടിനെ പറ്റിയൊക്കെ റിസപ്ഷനിൽ ചോദിക്കുകയും മാപ്പിൽ കാണുന്ന ഒരു ഗുരുക്ക് വഴിയുണ്ട്, നമ്മളെന്തിനാ ഇത്രയും ചുറ്റിപ്പോകുന്നേ, ഇതിലൂടെ പോയാലെന്താ എന്ന് അവരോട് ചോദിക്കുന്നു. അതിലൂടെ പോകണ്ട, അത് കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ് എന്ന് അയാൾ പറയുന്നത് കേട്ട് ഞാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് യാത്രികനാണ്, അപ്പോ എനിക്ക് പോയിക്കൂടെ എന്ന് ജോഷ് പറയുമെങ്കിലും അതിലൂടെ പോകണ്ടെന്നേ, ഇവിടെയുള്ള ആൾക്കാർ പോലും അങ്ങോട്ടേക്ക് പോകാറില്ല, കാരണം അവിടെ വലിയ വിഷമേറിയ പാമ്പൊക്കെ ഉണ്ടെന്ന് അയാൾ പറഞ്ഞു കൊടുത്തതും ഓക്കെ എന്നും പറഞ്ഞ് അവർ കാട്ടിലേക്ക് പോകാൻ അവിടെ നിന്നും ഇറങ്ങുന്നു. ഇതിനിടെ റിസപ്ഷനിസ്റ്റ് സിനിമയുടെ തുടക്കത്തിൽ കണ്ട വേട്ടക്കാരന് എന്തോ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ആ മഴക്കാടിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്യുകയും ഒടുവിൽ അവർ കാട്ടിലേക്ക് കടക്കാനുള്ള വഴിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് നടന്നാണ് കാട് കാണേണ്ടത്. അതുകൊണ്ട് സോഫിയയും ജോഷും കാട്ടിനുള്ളിലേക്ക് നടക്കുകയും മുന്നോട്ട് നടന്നു പോവുകയും ചെയ്യുന്നു. സോഫിയാണെങ്കിൽ ജോഷിനെ ഒന്നും നോക്കാതെ ഒറ്റക്ക് നടന്നു പോവുകയാണ്. അപ്പോഴാണ് നല്ല മഴക്കോളുണ്ടെന്ന് ജോഷിന് മനസ്സിലാവുന്നത്. ഇതോടെ ജോഷി അവളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് വെള്ളമൊക്കെ കൊടുക്കുകയും രണ്ടുപേരും കുറച്ചു നേരം അവിടെ വിശ്രമിച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോ വലിയൊരു മഴ വരും, അതുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് ജോഷ് പറയുന്നുണ്ടെങ്കിലും ഇപ്പോ വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തിരിച്ചു പോകണോ എന്ന് സോഫിയ അവനോട് പറയുമ്പോ നമുക്ക് വേറെ വഴിയില്ലെന്നും പറയുന്നു.
ഇതോടെ അവളും തിരിച്ചു പോകാൻ കൂട്ടാക്കുകയും രണ്ടുപേരും കാറിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. എന്നാൽ പെട്ടെന്ന് നോക്കിയതും കാറിന്റെ ഡോറ് ആരോ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ജോഷി പോകാൻ ശ്രമിക്കുമെങ്കിലും പോവണ്ട എന്ന് സോഫിയ പറയുകയും അത് വളരെ അപകടമാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും കാർ അവൻ എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ കാടിനുള്ളിൽ കുടുങ്ങുമെന്ന് പറഞ്ഞ് ജോഷി അവന്റെ അടുത്തോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയും നിങ്ങളുടെ പ്രശ്നം എന്താണെന്നും ചോദിക്കുന്നു. ഇത് കേട്ട അവനാണെങ്കിൽ കയ്യിലുള്ള തോക്കെടുത്ത് ജോഷിന് നേരെ പിടിക്കുകയും കയ്യിലുള്ള പൈസ ഒക്കെ എടുക്കാനും പറയുന്നു. ഞാൻ പൈസ എടുത്തിട്ടില്ല, പേഴ്സ് ഹോട്ടലിലാണെന്നും പറയുമ്പോൾ കൂടെയുള്ള പെണ്ണെവിടെയെന്ന് അവൻ ചോദിക്കുമെങ്കിലും അവള് കാട്ടിലേക്ക് നടന്നുപോയി, ഞാൻ മാത്രമേ തിരിച്ചു വന്നുള്ളൂ എന്ന് ജോഷ് പറയുന്നത് കേട്ട് അയാളാകെ ചൂടാകുകയും ജോസിന് നേരെ വെടിവെക്കാൻ നോക്കുന്നതും കണ്ട് ഞാൻ ഇവിടെയുണ്ടെന്നും പറഞ്ഞ് സോഫിയ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവളെ കണ്ട അയാളാണെങ്കിൽ അവരുടെ ബാഗ് നിലത്തേക്ക് ഇടാൻ പറയുന്നു. ഇതോടെ അവളങ്ങനെ ചെയ്തതും അവനാ ബാഗ് എടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം ജോഷി അവനെ ഇടിക്കുകയും രണ്ടുപേരും കാട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നു. അയാളാണെങ്കിൽ തുരുതുര വെടിവെക്കുകയും അവരുടെ പുറകെ വരാനും തുടങ്ങുന്നു. സോഫിയും ജോഷുമാണെങ്കിൽ ഓടി ഓടി വഴി തിരിയാനുള്ള സ്ഥലത്തേക്ക് എത്തിയതും നമുക്ക് റിസപ്ഷനിസ്റ്റ് പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറാമെന്ന് സോഫിയ പറയുകയും എന്നാ പിന്നെ അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് ജോഷ് അതിന് സമ്മതിക്കുമ്പോ നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വാക്ക് തർക്കം ഉണ്ടാവുന്നു. എന്നാൽ അപ്പോഴേക്കും വീണ്ടും വെടിവെച്ച കേട്ടതും സോഫിയ ജോഷിനെ ഒന്നും നോക്കാതെ ഒറ്റ ഓട്ടം ഓടുന്നു. അങ്ങനെ ഒരുപാട് ഓടിയതും പുറകിലൊന്നും ജോഷിനെ കാണാത്തോണ്ട് വീണ്ടും പുറകിലേക്ക് തന്നെ ഓടുന്നു. അവൾക്കാണെങ്കിൽ വഴിയൊന്നും മനസ്സിലാവുന്നുമില്ല. ഇതോടെ അവൾ ഓടുന്നതിനിടെ ഒരു മരത്തിൽ തലയിടിച്ച് അവൾ അവിടെ വീഴുന്നു. അവളാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ വേദനയും സഹിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും ജോഷിനെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നു. പെട്ടെന്ന് അവിടെയുള്ള ചതുപ്പിലേക്കങ്ങ് അവൾ വീണു പോകുന്നു. അതിൽ വീണതുകൊണ്ട് കായ് പോലും അനക്കാൻ പറ്റുന്നില്ല. ഇതോടെ അവൾ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ജോഷി വെളികേട്ട സ്ഥലത്തേക്ക് ഓടുന്നു. അവളാണെങ്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ഒരു കൈ മുകളിലേക്ക് എടുത്തതും ജോഷ് ഓടി വരുന്നത് കണ്ട് അവിടെ നിൽക്കുന്ന അവൾ വിളിച്ചു പറയുന്നു. ഇത് കണ്ട ജോഷി ഒരു വടിയെടുക്കുകയും അവൾക്കത് നീട്ടിക്കൊണ്ട് അവളെ വലിച്ചു കയറാൻ നോക്കുന്നു. പക്ഷേ കട്ടിയുള്ള മണ്ണിൽ ആഴുന്നത് കൊണ്ട് വടിയൊക്കെ പൊട്ടിപ്പോവുകയാണ്. ഇതിനിടെ മേലേക്ക് വരാൻ അവൾ ഇളകി കളിക്കുന്നത് കണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ജോഷി പറയുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുകയും മണ്ണിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്യും. അതോടെ വേറെ വഴിയില്ലാതെ ജോഷി അതിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് അവന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവളെ മുകളിലേക്ക് പോക്കുന്നു. അവനും അതിലേക്ക് ചാടിയത് കണ്ട് നീയും എന്തിനാ ഇതിലേക്ക് ചാടിയതെന്ന് സോഫിയ ചോദിച്ചതും വേറെ വഴിയിലായിരുന്നു എന്ന് ജോഷും പറയുന്നു. ഈ സമയം മാർക്കോസ് ജോഷിന്റെ റൂമിന്റെ അടുത്തേക്ക് എത്തുകയും എന്റെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ കാട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഡോറ് തുറക്കാത്തത് കണ്ട് ഇവിടെ ആരുമില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് കാണുന്നത്. സോഫിയ പെട്ടെന്ന് പോകാൻ നോക്കിയത് കൊണ്ട് ഞാനും അവളോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ നാളെ കണ്ടോളാമെന്നാണ് അതിൽ വോയിസ് മെസ്സേജായി അയച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ചതുപ്പിൽ കുടുങ്ങിയ സോഫിയയും ജോഷിനെയുമാണ്. ജോഷാണേൽ അതിൽ നിന്നും കുറച്ച് പൊങ്ങി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും ശരീരം ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. അവരുടെ അടുത്താണെങ്കിൽ ഒരു മുട്ടയൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അവരതൊന്നും കാര്യമാക്കാതെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരാളെ പൊക്കാൻ ശ്രമിക്കുമെങ്കിലും ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് സോഫിയയുടെ തൊട്ടടിയിൽ എന്തോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പൊക്കാമെന്ന് അവൾ പറയുകയും രണ്ടുപേരും ചേർന്ന് ശക്തിയെടുത്ത് മുകളിലേക്ക് പൊക്കുന്നു. നോക്കുമ്പോ അതൊരു മനുഷ്യനാണ്. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ ചതുപ്പിലേക്ക് വീണത് കണ്ടില്ലേ, അയാളാണ് ഇത്. ജോഷാണെങ്കിൽ ഇയാളുടെ പുറകിലൊരു ബാഗ് ഉണ്ടെന്ന് പറയുകയും അവര് രണ്ടുപേരും ചേർന്ന് അത് പൊക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോ ഒരു ഗണ്ണുമുണ്ട്. അങ്ങനെ അവരതൊക്കെ മുകളിലേക്ക് എടുത്തതിനു ശേഷം അവനെ താഴേക്ക് തന്നെ തള്ളിവിടുകയും അവന്റെ ബാഗ് തുറന്ന് നോക്കുന്നു. അതിലാണെങ്കിൽ വർക്ക് ചെയ്യാത്ത ടോർച്ചും കത്തിയൊക്കെ ഉണ്ട്. അവന്റെ ഗണ്ണിൽ 2 ബുള്ളറ്റ് ബാക്കിയുണ്ടെന്നും ജോഷി പറയുന്നു. സോഫിയ ആണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെടുന്നത് ജോഷി കണ്ടതും നമുക്ക് രക്ഷപ്പെടാൻ 2 വഴികളുണ്ട്. ഒന്ന്, നമ്മളെ ആരെങ്കിലും വന്ന് രക്ഷിക്കും, അതിന് നമ്മൾ ഇവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് ആകെ ദേഷ്യം പിടിക്കുമ്പോ നീയൊന്ന് അടങ്ങ്, എന്നിട്ട് എന്റെ പുറകിലുള്ള ആ മരത്തടിയിലേക്ക് നോക്ക്, അതില് നമുക്ക് പിടിക്കാൻ പറ്റിയ രക്ഷപ്പെടാമെന്ന് ജോഷി പറയുന്നു. അതിന് നമുക്ക് അത്രയും ദൂരം എങ്ങനെയാ പിടിക്കാൻ പറ്റാന്ന് അവള് ചോദിച്ചതും നമ്മുടെ കയ്യിൽ ഒരു കത്തിയുമുണ്ട്, ഒരു ബാഗുമുണ്ട്, അതുകൊണ്ട് ഈ ബാഗ് കട്ട് ചെയ്ത് ഒരു കയറ് പോലെ ആക്കണം, എന്നിട്ട് ഈ കത്തി വെച്ച് എറിഞ്ഞ് ആ തടിയിലേക്ക് കയറ്റിയ നമുക്ക് ഈസിയായി രക്ഷപ്പെടാമെന്ന് അവൻ പറയുകയും ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, നീ തന്നെ ചെയ്യണമെന്നും പറയുന്നു. ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അത്രയും ദൂരമൊന്നും എറിഞ്ഞ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും അവരാ ബാഗ് കട്ട് ചെയ്ത് ഒരു കയറ് പോലെ ആക്കാനും തുടങ്ങുന്നു. ഈ സമയം മാർക്കോസ് ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഒരാൾ ജോഷിന്റെ ബാഗുമിട്ട് അവിടെ നിൽക്കുന്നതായി അവൻ കാണുന്നു. ഇത് കണ്ട ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയും നിങ്ങൾക്ക് ഈ ബാഗ് എവിടെന്നാ കിട്ടിയേ എന്ന് ചോദിച്ചതും ഇത് എന്റെ ബാഗാണെന്ന് പറഞ്ഞ് അയാളെ പെട്ടെന്ന് ചൂടാവുകയും അവിടെ നിന്ന് പോവാനും നോക്കുന്നു. എന്നാൽ മാർക്കോസ് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ച് ഇടിക്കാൻ നോക്കുന്നതിന് മുന്നേ ഹോട്ടലുകാര് രണ്ടുപേരെയും പിടിച്ചു വെക്കുന്നു. ജോഷും സോഫിയുമാണ് പഴയ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ ദേഷ്യങ്ങളൊക്കെ കുറച്ച് പോവുകയും അവളുടെ കൈയൊക്കെ എങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ട് ആ കത്തിയും കയറും വെച്ച് ആ തടിക്ക് നേരെ എറിഞ്ഞ് കൊടുക്കാനും നോക്കുന്നു. പക്ഷെ എത്ര തവണ ചെയ്തിട്ടും അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. സത്യത്തിൽ പറഞ്ഞാൽ ആ കയറ് അവിടേക്ക് എത്താനുള്ള നീളമില്ല. അതുകൊണ്ട് തന്നെ അവർക്കാകെ വിഷമമാവുകയും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതും സോഫിയ ഒന്ന് സമാധാനിപ്പിക്കാൻ
കണ്ടുപിടിക്കാൻ വേണ്ടി മാർക്കോസ് എന്തായാലും നമ്മളെ തപ്പിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. പക്ഷേ നമ്മളെവിടെ ഉള്ളതെന്ന് അവന് അറിയില്ലല്ലോ. ഈ കാടെന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പമുള്ളതാണ്, പിന്നെ എങ്ങനെ അവൻ നമ്മളെ കണ്ടുപിടിക്കുമെന്ന് സോഫിയ ചോദിച്ചതും നമ്മളെ അവൻ കണ്ടില്ലെങ്കിൽ അവൻ പോലീസിനെ കാര്യം അറിയിക്കും, അപ്പോൾ അവര് നമ്മളെ തേടി കണ്ടുപിടിക്കാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അപ്പോഴാണ് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവര് രണ്ടുപേരും ഒരുപാട് ഒച്ച വെക്കുമെങ്കിലും അവരതൊന്നും കേൾക്കുന്നില്ല. അതോടെ സോഫിയ മരിച്ചവന്റെ ബാഗിൽ നിന്നും കിട്ടിയ ലൈറ്റർ എടുക്കുകയും തീ കത്തിച്ച് പുകയാക്കിയ അവര് കാണുമെന്നും പറഞ്ഞ് തീ കത്തിക്കാൻ നോക്കുന്നു. പക്ഷേ ഇതൊക്കെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്നും കത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജോഷി ഇതൊക്കെ അവളോട് നിർത്താൻ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കരയുകയും ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയും സമയം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞതും നമ്മളെടുത്ത ഫുഡൊക്കെ മറ്റവൻ കൊണ്ടുപോയ ബാഗിലാണോ എന്ന് ചോദിക്കുകയും എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു എന്നും പറയുന്നു. ജോഷാണേൽ നീ കുറച്ചു സമയം മാത്രം ദാഹമെന്ന് പിടിച്ചു നിർത്തിയാൽ മതി, കാരണം രാത്രിയാവുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഹോട്ടലിലേക്ക് എത്തും, അപ്പൊ നമുക്ക് നല്ല ഫുഡൊക്കെ അടിക്കാമെന്ന് അവളെ പറഞ്ഞ് വീണ്ടും വീണ്ടും ആശ്വസിപ്പിക്കുമ്പോൾ സോഫിയക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് സന്തോഷമാവുകയാണ്. എന്നാൽ പെട്ടെന്ന് അവളുടെ കഴുത്തിനിട്ട് കാട്ടുറുമ്പ് കടിക്കുകയും വേദന കൊണ്ട് പൊളയുന്നത് കണ്ട് ജോഷ് അവന്റെ കയ്യിലുള്ള മദ്യക്കുപ്പി എടുത്തു കൊടുക്കുകയും അവളത് മേലെ ഒഴിച്ച് ഉറുമ്പിനെയൊക്കെ കളയുന്നു. അങ്ങനെ ഉറുമ്പൊക്കെ പോയതും നിനക്കെവിടുന്ന ഈ മദ്യക്കുപ്പി കിട്ടിയ, നീ വീണ്ടും കുടിക്കാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് അവളാകെ ദേഷ്യപ്പെടുമ്പോ നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യമോർത്താണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയതെന്ന് ജോഷും പറയുന്നു. അപ്പോഴാണ് നീ നേരത്തെ ഹെലികോപ്റ്റർ വന്നപ്പോ എന്തായിരുന്നു വെടിവെക്കാതിരുന്നേ, അങ്ങനെ വെച്ചായിരുന്നെങ്കിൽ അവർക്ക് നമ്മൾ ഇവിടെ ഉള്ളതായി അറിയാൻ പറ്റുമായിരുന്നു എന്ന് സോഫിയ പറഞ്ഞുകൊണ്ട് ഗണ്ണ് അവന്റെ അടുത്തു നിന്നും മേടിക്കുന്നു. അപ്പോഴാണ് അവരുടെ അടുത്ത് കിടക്കുന്ന മുട്ട നോക്കി പാമ്പ് വരുന്നത്. അതിപ്പോ ഉള്ളത് ജോഷിന്റെ തൊട്ട് പുറകിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ കണ്ടതും ശബ്ദമുണ്ടാക്കാതെ നിന്ന് അതിനെ വെടിവെച്ചങ്ങ് കൊല്ലാനും സോഫിയോട് പറയുമെങ്കിലും എനിക്കതിനെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നീ അങ്ങനെ ചെയ്തേ പറ്റുമെന്ന് അവൻ നിർബന്ധിച്ചതോടെ അവൾ അതിനെ ഷൂട്ട് ചെയ്യാൻ പോയതും അതിനിടെ അത് ജോഷിനെ കടിക്കുകയും ഇപ്പോഴേക്കും അവളെ ഷൂട്ട് ചെയ്ത് അതിനെ അവിടെ നിന്നും ഓടിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജോഷിന് പാമ്പിന്റെ വിഷം കയറിയിരിക്കുകയാണ്. ഇതോടെ സോഫിയ വിഷം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് എത്താതിരിക്കാൻ അവന്റെ കൈ മുറുകെ കെട്ടിയതിനു ശേഷം നമ്മൾ എന്തായാലും രക്ഷപ്പെടും, അതുകൊണ്ട് നീ അനങ്ങാതെ നിൽക്കണമെന്നും ജോഷിനോട് പറയുന്നു. ഈ സമയം മാർക്കോസിനെയും മറ്റേ ബാഗ് തട്ടിപ്പറിച്ച ആളെയും അവര് അടികൂടിയതുകൊണ്ട് ഹോട്ടലിലെ സെക്യൂരിറ്റീസ് അവരെ പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. മാർക്കോസ് ആണെങ്കിൽ നിനക്ക് എത്ര പണം വേണേലും ഞാൻ തരാം, നീ അവരെവിടെ ഉള്ളതെന്ന് പറഞ്ഞു തന്നാ മതിയെന്ന് പറഞ്ഞതും എനിക്ക് നിന്നെ വിശ്വാസമില്ല, അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള വാച്ച് എനിക്ക് തന്ന ഞാൻ പറഞ്ഞു തരാമെന്ന് അവൻ പറയുന്നത് കേട്ട് ആ വാച്ച് മാർക്കോസ് അവന് കൊടുക്കുകയും അവൻ കാര്യം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവരിപ്പോ ഉള്ളത് മഴക്കാടിനുള്ളിലെ ആരും പോവാത്ത പാമ്പുകളും ചതുപ്പുമുള്ള സ്ഥലത്താണെന്ന് പറയുകയും അവര് ഓടുന്നതിനിടെ എന്തായാലും ചതുപ്പിൽ വീണിട്ടുണ്ടാവുമെന്നും പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ മാർക്കോസ് അവനെ അവിടെ നിന്നും പുറത്തിറക്കാൻ പറയുന്നുണ്ടെങ്കിലും സെക്യൂരിറ്റീസ് അതൊന്നും കേൾക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജോഷിനെയും സോഫിയയുമാണ്. ജോഷിനാണെങ്കിൽ വിഷം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത് കൊണ്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ അവനാകെ വെപ്രാളമാവുന്നു. സോഫിയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും നിന്റെ ഹാർട്ട് ബീറ്റ് കൂടിയ വിഷം ശരീരത്തിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുമെന്നും പറയുന്നു. ഇതിനിടെ പാമ്പ് കടിച്ചത് സോഫിയ നോക്കുകയും നന്നായി വിഷം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്നും മനസ്സിലാവുന്നു. എന്നാൽ പെട്ടെന്ന് വേദന കൂടുകയും അവന്റെ കഴുത്തിലുള്ള ബ്ലഡൊക്കെ കട്ടപ്പിടിച്ചതായി കാണുകയും ചെയ്യുന്നു. ഇതോടെ സോഫിയ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവൾ കയ്യിലുള്ള കത്തി ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കുകയും നിന്റെ കട്ടപ്പിടിച്ച ബ്ലഡ് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നിനക്ക് സ്ട്രോക്ക് വരുമെന്നും പറഞ്ഞ് അവൾ കട്ട് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ജോഷിന് പേടിയുള്ളത് കൊണ്ട് തന്നെ അവനതിന് സമ്മതിക്കുന്നില്ല. സോഫിയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ഓരോന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും കട്ട പിടിച്ച ബ്ലഡൊക്കെ കട്ട് ചെയ്ത് എടുക്കാനും തുടങ്ങുന്നു. അതിനിടെ രണ്ടുപേരുടെയും ബോധവും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ചു സമയത്തിന് ശേഷം രണ്ടാളുടെയും ബോധം വരുന്നതാണ്. സോഫിയ നോക്കുമ്പോൾ ജോഷ് മരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ സന്തോഷമാവുകയും നമ്മളുടെ കുട്ടികൾ നമ്മളെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് അവരുടെ അടുത്തേക്ക് പോകുമെന്നും പറഞ്ഞ് അവര് ഒരുപാട് സംസാരിക്കുകയും അവരുടെ ഇഷ്ടം വീണ്ടും തുറന്നു പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ പാമ്പിന്റെ കാര്യം വീണ്ടും സോഫിയക്ക് ഓർമ്മ വരുന്നത്. നീ പറഞ്ഞ ആ മരത്തിന്റെ കുറ്റിയിൽ നമുക്ക് ഒരു കയറെത്തിക്കാൻ പറ്റിയ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നല്ലേ നീ പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ആ വെടികൊണ്ട പാമ്പിനെ ഒരു കയറായി യൂസ് ചെയ്ത് പൊക്കൂടെ എന്ന് ചോദിക്കുമെങ്കിലും അത് ചത്തിട്ടില്ല, അതിന്റെ തലക്കൊന്നല്ല വെടികൊണ്ടത് എന്നും ജോഷ് പറയുന്നു. പക്ഷേ അവള് വിട്ടുകൊടുക്കാതെ ഞാനതിനെ കൊല്ലുമെന്ന് പറയുകയും ആ ബാഗിൽ നിന്ന് കിട്ടിയ ബൈനോക്കുലറും എടുത്ത് അവളതിനെ നോക്കി നോക്കി കണ്ടുപിടിക്കുകയും അത് അടുത്തോട്ട് വരാൻ വേണ്ടി കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ അതിന്റെ നേർക്ക് എടുത്തെറിയാനും തുടങ്ങുന്നു. ഇതോടെ പാമ്പ് അടുത്തോട്ട് വരാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് അവളാണെങ്കിൽ ഗണ്ണെടുത്ത് കയ്യിൽ പിടിച്ചതും പാമ്പിനെ അവിടെ ഒന്നും കാണാനില്ല. അവള് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പാമ്പാണെങ്കിൽ അവളുടെ തൊട്ട് പുറകിലെത്തിയിരിക്കുന്നു. ഈ സമയം അവൾക്കെന്തോ ഡൗട്ട് അടിച്ചതും കത്തിയെടുത്ത് പിടിക്കുകയും അതിലൂടെ നോക്കിയതും പാമ്പ് തൊട്ട് പുറകിലുണ്ടെന്നും മനസ്സിലാവുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ അവൾ ഗണ്ണെടുത്തങ്ങ് പൊട്ടിക്കുമെങ്കിലും പാമ്പിനത് കൊള്ളാത്തതുകൊണ്ട് പാമ്പ് അവളെയും അങ്ങ് കടിച്ചുകൊണ്ട് അവളെ മേലേക്ക് കയറി ചുറ്റുന്നു. ജോഷിനാണെങ്കിൽ ബോധമില്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയുന്നുമില്ല. ഇതിനിടെ പാമ്പ്
പാമ്പ് മുഖത്തിന് കടിക്കാൻ പോയതും അവൾ അതിനെ പീഡിച്ചു വെക്കുന്നു. അപ്പൊ തന്നെ ജോഷ് ഉണരുകയും അതിനെ കൂത്തി അങ്ങ് കൊല്ലുകയും നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നും പറയുന്നു. സോഫിയയെ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ മേലേക്ക് കൂടുതൽ വിഷമൊന്നും കയറിയിട്ടില്ല. അങ്ങനെ സോഫിയ നേരത്തെ ഉണ്ടാക്കിയ കയറിന്റെ കൂടെ പാമ്പിനെയും കൂട്ടിക്കെട്ടിയതിനു ശേഷം ആ മരത്തിന്റെ കുറ്റിയിൽ കുടുക്കാൻ വേണ്ടി എറിയാൻ തുടങ്ങുന്നു. ആദ്യമൊക്കെ ശരിയാവില്ലെങ്കിലും അവൾ ഒരുപാട് തവണ ചെയ്ത് അതിൽ കുടുക്കുകയും മുഴുവൻ ശക്തിയും എടുത്ത് വലിച്ച് കയറുകയും ചെയ്യുന്നു. ഇത് കണ്ട ജോഷിനാകെ സന്തോഷമാവുമെങ്കിലും അവന്റെ മേലെ വിഷം കയറിയത് കൊണ്ട് അവന് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ല. മുകളിലേക്ക് എത്തിയ സോഫിയാണെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാതെ ജോഷിനെ പിടിച്ച് കയറ്റാൻ വേണ്ടി വിളിക്കുമെങ്കിലും എന്നെ കൊണ്ട് എന്റെ കൈ പോലും പൊക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ഇവിടം വിട്ട് പൊക്കോ എന്ന് അവൻ പറയുന്നത് കേട്ട് ഞാൻ നിന്നെ വിട്ട് പോവില്ല എന്ന് അവൾ പറഞ്ഞ് അവിടെ നിൽക്കുമെങ്കിലും അവനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലായതോടെ അവൾ അവിടെ നിന്നും എണീറ്റ് നടക്കാൻ തുടങ്ങുന്നു. അവളിപ്പോ ചിന്തിക്കുന്നത് പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ച് ജോഷിനെ രക്ഷിക്കാനാണ്. പക്ഷേ നേരത്തെ കടിച്ച പാമ്പിന്റെ വിഷം ചെറുതായി ഉള്ളിലേക്ക് കയറിയതുകൊണ്ട് അവൾക്കും നല്ലപോലെയൊന്നും കണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്നതിനിടെ വീണ്ടും ഒരു ചതുപ്പിലേക്ക് കാലെടുത്ത് വെച്ചതും പെട്ടെന്ന് അവൾ തിരിച്ച് വലിക്കുകയും മാറി നടന്നു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ അവൾക്ക് ഹല്യൂസിനേഷൻ സംഭവിക്കുകയും എങ്ങോട്ടൊക്കെയോ നടന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അവസാനമായി എത്തുന്നത് അവർ വന്ന വഴിയിലേക്ക് തന്നെയാണ്. അവൾ അവിടെ എത്തുമ്പോൾ തന്നെ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെയായി മാർക്കോസും അങ്ങോട്ടേക്ക് എത്തുന്നു. അവളെ കണ്ടതോടെ ജോഷ് എവിടെയെന്ന് അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. പക്ഷേ അവൾ കാട്ടിലേക്ക് നോക്കുന്നത് കണ്ട് മാർക്കോസും കുറച്ച് ടീമും അങ്ങോട്ടേക്ക് ഓടുന്നു. ഇതിനിടെ ഡോക്ടേഴ്സ് സോഫിയക്ക് വേണ്ട പെട്ടെന്നുള്ള ചികിത്സയൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ പട്ടിയൊക്കെ വെച്ച് കുറച്ചു സമയത്തെ തിരച്ചിലിനൊടുവിൽ അവർ ജോഷിനെ അവിടെ നിന്നും എടുത്തുകൊണ്ട് വരുന്നു. ഭാഗ്യത്തിന് അവന് ജീവനുണ്ട്. ഇതോടെ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാവുകയും അവര് വീണ്ടും അവിടെ വെച്ച് ഒന്നിക്കുകയും ചെയ്യുമ്പോൾ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റിൽ രേഖപ്പെടുത്തുക. ഇതൊരു തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ആറാൻ.